പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, കൽപ്പന നിരോധനങ്ങൾ ഏതൊക്കെ വിഷയത്തിൽ എപ്രകാരമൊക്കെയാണ് എന്ന് യഥാവിധി മനസ്സിലാക്കി അവ താൽപ്പര്യപൂർവം മനസാന്നിധ്യത്തോടെ നമ്മുടെ ജീവിതത്തിൽ ഇടം നൽകി അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ പ്രയത്നിക്കണം. നൈമിഷികമായ സുഖ സൗകര്യങ്ങൾക്കോ ആസ്വാദനങ്ങൾക്കോ കാര്യലാഭങ്ങൾക്കോ വേണ്ടി അള്ളാഹുവിൻ്റെ പ്രീതിയുടെ വഴി മനഃപൂർവ്വം അവഗണിക്കരുത്. അബദ്ധം പിണഞ്ഞാൽ അത് തിരിച്ചറിയുന്ന നിമിഷം തിരിഞ്ഞു നടക്കണം. അപ്പോൾ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. ആ ഒരു തീരുമാനമായിരിക്കും നമ്മുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം. അത്ര ഗൗരവത്തിൽ തഖ്വയെ സംബന്ധിച്ചുള്ള ഈ ഉണർത്തൽ ഓരോരുത്തരും ഉൾക്കൊള്ളണം. കൂടെ കൂടെ ഇതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചു കൊണ്ടിരിക്കണം. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീക്ക് എനിക്ക്, നിങ്ങൾക്ക്, നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന വീഴ്ചകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ നാഥൻ നമുക്കെല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ. കഴിഞ്ഞ 2 വർഷത്തോളമായി ഫലസ്തീൻ വിഷയത്തെ സംബന്ധിച്ച് അതിനു മുമ്പ് നടന്നിരുന്ന ചർച്ചകളിൽ നിന്ന് അല്പം വ്യത്യസ്തമായ സ്വഭാവത്തിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. തൂഫാനുൽ അഖ്സ 2023 ഒക്ടോബർ മാസത്തിൽ ആദ്യ വാരത്തിൽ സംഭവിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ സംസാരിക്കുന്ന സമയം വരെയുള്ള കാലയളവിൽ പലസ്തീൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ഉയർച്ചയും വളർച്ചയും തളർച്ചയുമൊക്കെ ആ സംഭവത്തിനും അതിനെ പ്രതിനിധീകരിക്കുന്ന സംഗതികൾക്കും സംഭവിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫലസ്തീൻ വിഷയത്തിൻ്റെ ചരിത്രം, ആ വിഷയത്തിൽ നമ്മൾ സജീവമായി ശ്രദ്ധ പുലർത്തി ഇടപെട്ടു പോരുന്നതിൻ്റെ ന്യായം ഒന്നിലധികം തവണ നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ പ്രധാന കാര്യം ഇതാണ്. ഒന്ന്, മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസാചാരങ്ങളും വൈകാരിക തലങ്ങളുമായി വേർപ്പെടുത്താനാവാത്ത വിധം ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. ഒന്ന്, അത് വിശ്വാസികളുടെ ആദ്യ ഖിബ്ലയായിരുന്നു. 2, സവിശേഷം പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് സിയാറത്ത് ചെയ്യാൻ അനുവദിക്കപ്പെട്ട പവിത്രമായ 3 ഭവനങ്ങളിൽ ഒന്നാണത്. മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ. പദവിയിൽ 1, 2, 3 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന 3 ഭവനങ്ങളാണ്. ഈ 3 പള്ളികൾക്ക് പ്രത്യേകതയുള്ളൂ. ആ പ്രത്യേകത മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ വിസ്തരിച്ച ചർച്ച നടത്തിയിട്ടുണ്ട്.
ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പള്ളിയിൽ വന്ന് കയറിയാൽ ജുമാ നടക്കുന്ന സന്ദർഭത്തിലാണെങ്കിലും അല്ലെങ്കിലും തഹിയ്യത്ത് നമസ്കരിക്കുമല്ലോ. ഇങ്ങനെ ഒരാൾ നേർച്ച നേർന്നു, ഐച്ഛികമായ ഒരു കാര്യം നേർച്ചയിലൂടെ നിർബന്ധമാകും. അപ്പോൾ ഒരാൾ നേർച്ച നേർന്നു, ഞാൻ മസ്ജിദുൽ ഹറാമിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും, മസ്ജിദുൽ ഹറാമിൽ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കും എന്നൊരാൾ നേർച്ച നേർന്നാൽ മസ്ജിദുൽ ഹറാമിൽ തന്നെ പോയി നിസ്കരിക്കണം. കാരണം അതിന് തത്തുല്യമായ പള്ളി വേറെ ഇല്ല. നേരെ മറിച്ച് ഒരാൾ മസ്ജിദുൽ അഖ്സയിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും എന്നാണ് നേർച്ച നേരുന്നതെങ്കിൽ അയാൾക്ക് മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കാം, മസ്ജിദുൽ നബവിയിൽ നിസ്കരിക്കാം, മസ്ജിദുൽ അഖ്സയിലും നിസ്കരിക്കാം. കാരണം പദവിയിൽ പ്രവാചകാധ്യാപനം അനുസരിച്ച് 3-ാം സ്ഥാനത്തുള്ള പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. നേരെ മറിച്ച് വേറെ ഏതോ ഒരു പള്ളിയിൽ, അള്ളാഹുവിൻ്റെ ഭൂമിയിലെ വിശാല വിസ്തൃതമായ ലോകത്തെവിടെയോ ഏതോ ഒരു പള്ളിയിൽ ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും എന്ന് നേർച്ചയാക്കിയാൽ ആ കടം വീടാൻ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ മതി. കാരണം മറ്റെല്ലാ പള്ളികളും പ്രാധാന്യത്തിലും പവിത്രതയിലും തുല്യസ്ഥാനത്താണ്. അപ്പോൾ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് സവിശേഷം ഇറങ്ങി ഒരുങ്ങി പുറപ്പെടേണ്ടത് ഈ 3-4 സ്ഥലത്തേക്ക് പാടുള്ളൂ എന്ന് പറയുന്നത് ഈ ഒരു അടിസ്ഥാനത്തിലാണ്. അത്രയും പ്രാധാന്യം ആ അർത്ഥത്തിൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ആ പള്ളിക്കുണ്ട് എന്നതാണ് വിശ്വാസികൾ ഈ വിഷയവുമായി അവരെ ബന്ധപ്പെട്ട് കിടക്കുന്ന, അവരെ വൈകാരികമായി ബന്ധപ്പെടുത്തുന്ന ഒരു ഘടകം. ഇത് ലോകത്തുള്ള എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും ബാധകമായൊരു കാര്യമാണ്. രണ്ടാമത്തെ സംഗതി, ഫലസ്തീൻ എന്ന് പറയുന്ന പ്രശ്നം എങ്ങനെയാണ് ഉണ്ടായത്? ലോകത്ത് പല കാരണങ്ങളാൽ നാഥനില്ലാതെ അലഞ്ഞുകൊണ്ടിരുന്ന, അഭയമില്ലാതെ ഉയറി നടന്നിരുന്ന സമൂഹത്തെ, ജൂത സമൂഹത്തെ, ബ്രിട്ടൻ്റെയും അതുപോലെയുള്ള പ്രമുഖ രാഷ്ട്രങ്ങളുടെയും ഒക്കെ പിൻബലത്തിൽ വലിയ തിരക്കഥ അതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. വലിയ ഗൂഢാലോചനകളുണ്ട്, ഉടമ്പടികളും കരാറുകളും ഉണ്ടായിട്ടുണ്ട്. വിശ്വാസി സമൂഹത്തെ വളരെ വിദഗ്ധമായി കെണിയിൽപ്പെടുത്തുന്ന തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതതിൻ്റെ വിശദാംശങ്ങളാണ്. ചുരുക്കത്തിൽ ഇതാണ്, ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അഭയമില്ലാതെ ഉഴറി നടന്നിരുന്ന സമൂഹത്തെ, ജൂത സമൂഹത്തെ കൊണ്ടുവന്ന് ബ്രിട്ടൻ്റെയും മറ്റും ഒത്താശയോടുകൂടി അവർ പല നിലക്കും തന്ത്രപ്രധാനമായി കാണുന്ന ഒരു സ്ഥലത്ത് കുടിയിരുത്തുകയാണ്. അതിനു മുമ്പ് അവർക്ക് അവിടെ വേറൊരു അവകാശമില്ല. ആ നാട്ടിൽ തദ്ദേശീയരായ ജൂത വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ആ വിഭാഗങ്ങളോട് ഫലസ്തീനികൾക്കോ ഫലസ്തീൻകാരോട് അവർക്കോ ഒരു വിരോധവുമില്ല. അവർ സഹവർത്തിത്വത്തോടെ ജീവിച്ചു പോന്നിട്ടുള്ളതാണ് എത്രയോ വർഷം. അതല്ല സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു സമാധാനപൂർവ്വം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ ഒരു വർഗീയ കലാപമുണ്ടായിട്ട് ഒരു കൂട്ടർ മേധാവിത്വം കയ്യിലെടുത്ത് മറ്റു കൂട്ടർ അവിടെ നിന്ന് അഭയാർത്ഥികളായി പോകേണ്ടി വരുന്നു എന്നതല്ല ഫലസ്തീൻ പ്രശ്നം. ഇപ്പോൾ ആര് അഭയാർത്ഥികളായി പോകുന്നു, വിജയം ആർക്ക് ലഭിക്കുന്നു, അവസ്ഥകൾ എന്തൊക്കെയാണ്, അതൊക്കെ വേറെ കാര്യമാണ്. അടിസ്ഥാനപരമായി ആ പ്രശ്നം നമ്മുടേതുപോലെ സമാധാനാന്തരീക്ഷത്തിൽ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നെയ്ത് നമ്മൾ വീട് വെച്ച് കൃഷി നടത്തി സ്വൈരമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ അധികാരത്തിൻ്റെ പിൻബലത്തിൽ കൊണ്ടുവന്ന് ഒരു വിഭാഗത്തെ കുടിയിരുത്തുകയാണ്. എന്നിട്ട് അവർക്ക് അവിടെ അവകാശമുണ്ടാവുകയാണ്. അവരവിടെ ഭൂമി അതിനനുസരിച്ച് അതിർ നിർണയിക്കുകയാണ്. എന്നിട്ട് ആ ഒരു വലിയ സ്വപ്നം നേരത്തെ തന്നെ മനസ്സിൽ വെച്ച് ചെറുതായി തുടങ്ങിയ ഈ അധിനിവേശത്തിന് ഘട്ടം ഘട്ടമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് 1948 മുതൽ ഫലസ്തീൻ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ജൂത കുടിയേറ്റത്തിൻ്റെ സംഭവ വികാസങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും. അത് പറയൽ ഇപ്പം എൻ്റെ ഉദ്ദേശമല്ല, ഞാൻ ഇതിങ്ങനെ ഒന്ന് ഓർമ്മ പുതുക്കിയതാണ്. ഈ വിഷയത്തിലേക്ക് നമ്മൾ വരാൻ പലരും മനസ്സിലാക്കുന്നത് പലയിടത്തും വർഗീയ കലാപങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും ഉണ്ട്. അതിലൊക്കെ ഇപ്പം എന്തിനാണ് നമ്മൾ ഇടപെടുന്നത്? അവരെന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലിരിപ്പിൻ്റെ പ്രശ്നമല്ലേ? ഇവരെന്തിനാണ് തൂഫാനുൽ അഖ്സ എന്ന് പറഞ്ഞിട്ട് അവരെ ആക്രമിക്കാൻ പോയത്? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ തൂഫാനുൽ അഖ്സ ഒരു തുടക്കമല്ല. അത് 1948 മുതൽ ഇങ്ങോട്ട് നടന്നു വരുന്ന നിരന്തരമായ നരഹത്യയുടെ, കടന്നുകയറ്റത്തിൻ്റെ, അടിച്ചമർത്തലിൻ്റെ, വെട്ടിപ്പിടുത്തത്തിൻ്റെ ആ മുഴുവൻ ദുരന്തവും ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെ ഒരു സമൂഹം ജീവിക്കുന്നുണ്ട്, ഒരു വിശ്വാസി സമൂഹം. നേരത്തെ പറഞ്ഞ പവിത്രമായ മസ്ജിദുൽ അഖ്സയിലേക്ക് ഇവർക്ക് പ്രവേശനം കൂടെ കൂടെ വിലക്കുന്നുണ്ട്. അവിടെയുള്ളവരെ അതിനകത്തിട്ട് വെടിവെച്ച് കൊല്ലുന്നുണ്ട്.
അവിടെ നിർഭയമായി ആരാധിക്കാനോ സിയാറത്ത് നടത്താനോ പറ്റാത്ത സ്ഥിതിവിശേഷം വരെ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കഥ 1948 മുതലെങ്കിലും ഇങ്ങോട്ട് വളരെ നിരന്തരം എന്ന് പറയും പോലെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു പലസ്തീനിയെങ്കിലും അന്യായമായി ഒരു കാരണവും അറിയാതെ കൊല ചെയ്യപ്പെടാത്ത ഒരു ദിവസവും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്ര മതിയാവില്ല അവിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം വെക്കുമ്പോൾ എന്നിടത്തോളം ഭീകരമാണ് സ്ഥിതിവിശേഷം. അതിന് പിന്നീട് കുറെ കൂടി അറബ് രാഷ്ട്രങ്ങളെ അവിടുത്തെ അധികാരികളെ വിലക്കെടുത്ത് കുറച്ചുകൂടി വലിയ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഇസ്രായേൽ നടത്തിയ നീക്കങ്ങൾ വളരെ കൃത്യസമയത്ത് മനസ്സിലാക്കാൻ ഹമാസിന്റെ പോരാളികൾക്ക് കഴിഞ്ഞപ്പോൾ അതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി കൂടിയാണ് അവർ പെട്ടെന്ന് തൂഫാനുൽ അഖ്സ എന്ന് പറയുന്ന ഒരു ആക്രമണം പൊടുന്നനെ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ പലവട്ടം പലയിടങ്ങളിൽ നിന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതിലേക്ക് പോകലും എൻ്റെ ഉദ്ദേശമല്ല. അങ്ങനെ അതിനുശേഷം അപ്പം നേരത്തെ തുടർന്നു വരുന്ന അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിൻ്റെ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവരുടെ വിശ്വാസവും അവരുടെ അഭിമാനവും അവരുടെ സ്വത്തും അവരുടെ ജീവനും സംരക്ഷിക്കുക എന്നത് അവരുടെ അവകാശത്തിൽപ്പെട്ടതാണ്, മൗലികാവകാശമാണ്. ഏത് രാജ്യവും ഭരണഘടനാപരമായി സംരക്ഷിക്കുന്ന മൗലികാവകാശമാണ് ഈ പറയുന്നതൊക്കെ. ആ മൗലികാവകാശങ്ങളാണ് ഈ അധിനിവേശം തുടങ്ങിയത് മുതൽ നിരന്തരം അപഹരിക്കപ്പെടുന്നത്. അപ്പൊ അതിനെതിരെ അവർ പോരാടുക എന്നത് അവർക്ക് ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ട കാര്യമാണ്. അത് തെറ്റായ കാര്യമല്ല എന്ന് പറഞ്ഞാൽ പോരാ, അത് ദീനിയായി നിർബന്ധമാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് അധ്യാപനങ്ങൾ ആ ഇനത്തിൽ നമുക്ക് കാണാം. മാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യം യഥാർത്ഥത്തിൽ ഈ സ്വഭാവത്തിൽ ലോകത്ത് അടിച്ചമർത്തപ്പെടുകയും അതുപോലെ തന്നെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയും നല്ല നൽകിയ ജന്മസിദ്ധമായ സ്വാതന്ത്ര്യം അപഹരിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ അതിജീവനത്തിന് അവരുടെ ബാധ്യതയാണ് എന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ കൂടി കടമയാണത് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഈ പിന്നോക്ക അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിൻ്റെ വിമോചനം എത്രമേൽ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നതിന് വേണ്ടി മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം, പ്രബോധന ചരിത്രം സാമാന്യം വിസ്തരിച്ച് തന്നെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പല സന്ദർഭത്തിലും നമ്മളത് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അവിടെ ഇവരെ അവിടെയും രണ്ട് സമൂഹങ്ങളാണ്, ഒന്ന് കിബിത്തികളാണ്, മറ്റൊന്ന് ബനു ഇസ്രായേലുകളാണ്. അപ്പൊ ഈ കിബിത്തി വംശത്തിന്റെ കയ്യിലാണ് ആധിപത്യം. അവരധികാരം ഉപയോഗിച്ച് ജനങ്ങളെ ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന ഒരു തന്ത്രമാണ് സ്വീകരിച്ചത്. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നത് ചരിത്രത്തിൽ നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം ആദ്യം പ്രയോഗിച്ചിട്ടുള്ളത് ഫറോവ അല്ലെങ്കിൽ കോപ്റ്റിക് വംശജരായ ആ വിഭാഗമാണ് എന്ന് കാണാവുന്നതാണ്. എന്നിട്ട് ബനു ഇസ്രായേൽ സമൂഹത്തെ അവർ ശിഥിലമാക്കി. ആൺകുട്ടികൾ ജനിക്കാൻ ഇടവരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ട കരുതൽ അവർ സ്വീകരിച്ചു. അന്നത്തെ അവസ്ഥയിൽ എന്ത് സാധ്യമാകുമോ, എത്ര സാധ്യമാകുമോ അത്രയും കിരാതമായ തന്ത്രങ്ങൾ അവരതിനു വേണ്ടിയിട്ട് നെയ്തെടുത്തു. അതിനെയൊക്കെ അള്ളാഹു അട്ടിമറിച്ചിട്ട് മൂസാ നബി അലൈഹിസ്സലാമിനെ ഒരു പ്രവാചകനായി എന്നല്ല വിമോചകനായി ആ ജനതയിലേക്ക് പറഞ്ഞയച്ചത് എന്തിന് എന്ന് സൂറത്തുൽ ഖസസിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനമുണ്ട്. വനുരീദു അൻ മുന്ന അലല്ലദീന സ്തുൽഇഫു ഫിൽ അർള് വനജഅലഹും ഇമ്മതൻ വനജഅലഹുൽ വാരിസീൻ. ഇങ്ങനെയാണ് തുടങ്ങുന്നത്. പലപ്പോഴും നമ്മൾ ഉദ്ധരിക്കാറുള്ള ഒരു ഭാഗമാണിത്. ഭൂമിയിൽ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ നാം ഉദ്ദേശിക്കുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ സമൂഹം അവരെ നേതാക്കളും അനന്തരാവകാശികളുമാക്കി മാറ്റണം. അവർക്കും അവസരങ്ങൾ നൽകപ്പെടണം, അധികാരം അവരുടെ കയ്യിലെത്തണം. എന്നിട്ട് അധികാരത്തിന്റെ അഭാവത്തിൽ അവർക്ക് നിരോധിക്കപ്പെട്ടതും നിഷേധിക്കപ്പെട്ടതുമായ അവസരങ്ങളൊക്കെ അവർക്ക് തിരിച്ചു കിട്ടണം. അങ്ങനെ സമൂഹത്തിന്റെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ നിയോഗവുമായി ബന്ധപ്പെടുത്തിയിട്ട് ആ ചരിത്രം പറയാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെ അടിച്ചമർത്തപ്പെടുന്ന ജനത സ്വന്തം നിലക്ക് തന്നെ പൊരുതണം എന്ന് മാത്രമല്ല, അത്തരം സ്വാതന്ത്ര്യ സമരങ്ങളെ പിന്തുണക്കണം.
ഏതൊക്കെ നിലയിൽ സാധ്യമാകുമോ നിയമവിധേയമായി ആ നിലയിലൊക്കെ അവരെ പിന്തുണക്കണം. ഇത് ഇസ്ലാമികമായ നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ ഒന്ന് മസ്ജിദുൽ അഖ്സയുമായി ബന്ധപ്പെട്ട നമ്മുടെ ആ ഒരു വിശ്വാസപരവും വൈകാരികവുമായ ബന്ധം. രണ്ടാമത്തത്, ലോകത്ത് എവിടെയൊക്കെ അടിച്ചമർത്തപ്പെടുന്ന ജനതയുണ്ടോ അവരുടെ വിമോചനത്തിന് അവരുടെ പക്ഷത്ത് നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുക എന്ന ബാധ്യത. ഇത് രണ്ടും നിർവഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നതുകൊണ്ടാണ് ഫലസ്തീൻ പ്രശ്നത്തെ സംബന്ധിച്ച് സവിശേഷമായും ഇന്ന് ലോകത്ത് ഏറ്റവും തീവ്രമായ അവസ്ഥയിൽ നിറഞ്ഞു നിൽക്കുന്ന, വളരെ കിരാതമായ നരമേധം എന്ന് പ്രയോഗിച്ചാൽ പോലും അർത്ഥവത്താകാത്ത വിധമുള്ള മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഫലസ്തീൻ എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റു വിശദാംശങ്ങളൊക്കെ നമുക്ക് വിട്ട് ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് കുറഞ്ഞ വാചകങ്ങളിൽ ഞാൻ ചിലത് പറയാം. അതായത് ഇടക്ക് ഈ തൂഫാനുൽ അഖ്സയ്ക്ക് ശേഷം അവിടെ നടക്കുന്നത് യുദ്ധമാണെങ്കിൽ അതിലത്ര മോശപ്പെട്ട അവസ്ഥയിലൊന്നുമല്ല ഹമാസ് അല്ലെങ്കിൽ ഫലസ്തീൻ പക്ഷത്തുള്ളവരുണ്ടായിരുന്നത് എന്നാണ് ഒരു 1.5 കൊല്ലത്തെ ആക്രമണത്തിന് ശേഷവും സമാധാന ഉടമ്പടികൾ ഉണ്ടായിട്ട് ബന്ദികളെ വിമോചിപ്പിക്കുന്നിടത്തേക്കൊക്കെ എത്തുമ്പോൾ ഹമാസിൻ്റെ ധീരരായ ഭടന്മാരുടെ പ്രകടനങ്ങൾ കാണുമ്പോൾ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ലോകം തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്, ആരുടെയെങ്കിലും ഹമാസ് പക്ഷപാതിയായ ആളുടെ അവകാശവാദമല്ല, ലോകം തന്നെ അങ്ങനെയാണ് വിലയിരുത്തിയത്. ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളൊന്നും ഏശിയിട്ടില്ല. അവർക്ക് അത്ര പെട്ടെന്ന് അവരുടെ ഇടയിൽ നിന്ന് തന്നെ പാളയത്തിൽ പട എന്ന് പറഞ്ഞതുപോലെ മുമ്പ് ആ രാജ്യത്തിൻ്റെ നേതൃസ്ഥാനങ്ങളിൽ, സൈന്യത്തിൻ്റെയും ഭരണത്തിൻ്റെയും നേതൃസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നവർ പല സന്ദർഭങ്ങളിൽ അത് മീഡിയകളോട് വിളിച്ചു പറഞ്ഞു, ഇത് അത്ര എളുപ്പമല്ല. ഈ ഹമാസ് എന്ന് പറയുന്ന ആ പോരാളികളുടെ പിന്നിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പൊരുതിക്കൊണ്ടിരിക്കുന്ന ആ ജനതയെ പരാജയപ്പെടുത്തുക എന്നത് അത്ര എളുപ്പമല്ല. അത് ആ പറഞ്ഞതൊക്കെ എന്തിനെ പറ്റിയാണ്? അത് നിയമപരമായി ലോകത്ത് അംഗീകരിക്കപ്പെട്ട കുറേ തത്വങ്ങളുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ഉറങ്ങിക്കിടക്കണവൻ്റെ വീട് വളഞ്ഞിട്ട് ഉറങ്ങിക്കിടക്കണവൻ്റെ വീട്ടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചിട്ട് അവനെ കൊല്ലുക എന്നുള്ളത് പരിഷ്കൃതരായ സമൂഹത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് 1400 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പരിഷ്കൃതരായ സമൂഹം ആ പണി ചെയ്തില്ല. പക്ഷെ അവരെ നമ്മൾ കാടന്മാരെന്നും അപരിഷ്കൃതരെന്നും പറയുന്നു. എന്നിട്ട് പരിഷ്കാരികൾ എന്ന് പറയുന്ന ആളുകൾ ഇന്ന് ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഹീനകൃത്യങ്ങളാണ്. അപ്പം യുദ്ധത്തിനും സംഘട്ടനത്തിനും ഒക്കെ ചില മര്യാദകളുണ്ട്, അല്ലാതെ ചതിയിൽ ആളെ കൊല്ലുന്നതല്ല പരിപാടി. ആ മര്യാദകൾ പാലിച്ചുകൊണ്ടുള്ള യുദ്ധമാണ് നടക്കുന്നതെങ്കിൽ ആ യുദ്ധത്തെ സംബന്ധിച്ചാണ് നേരത്തെ ഇസ്രായേലിലെ ഭരണരംഗത്തും സൈന്യത്തിൻ്റെ തലപ്പത്തുമൊക്കെ മുമ്പ് ഉത്തരവാദപ്പെട്ട പോസ്റ്റിലിരുന്നവർ നിരന്തരം ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത് അവരെ തോൽപ്പിക്കുക എളുപ്പമല്ല. പക്ഷെ ഇപ്പോൾ നടക്കുന്നത് എന്താ? ഇത് മനസ്സിലാക്കിയവർ 1.5 കൊല്ലത്തിന് ഒരു കൊല്ലത്തോളം ഈ പോരാട്ടം എവിടെയും യേശുന്നില്ല എന്നല്ല, അവരുടെ പ്രത്യാക്രമണം ഇവരെ ദുർബലരാക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ ശേഷം ഇപ്പോൾ നടക്കുന്നത് യുദ്ധമല്ല. ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എവിടെയൊക്കെയാണ് സിവിലിയന്മാരുള്ളത്, സാധാരണ സ്ത്രീകളും കുട്ടികളും കഴിയുന്ന ആശുപത്രികളുടെ മേലെ ബോംബ് വർഷിക്കുക. കുറേ ആയി തുടങ്ങിയിട്ട് അങ്ങനെ ആശുപത്രികളുടെ മേലെ, സ്കൂളുകളുടെ മേലെ, അതുപോലെ അഭയാർത്ഥി ക്യാമ്പുകളുടെ മേലെ കൊണ്ടുപോയിട്ട് ബോംബ് വർഷിക്കാം. ആര് മരിച്ചാലും തർക്കമില്ല എന്ന നിലക്ക് ഇത് ലോകത്ത് അംഗീകരിക്കപ്പെട്ട യുദ്ധമുറകളുമായി ബന്ധപ്പെടുത്തിയ ഒരു കാഴ്ചപ്പാടല്ല. ഇത് മനുഷ്യനെ വളരെ മനുഷ്യത്വരഹിതമായി ആളെ കൊല്ലാൻ ഒരുങ്ങി തീരുമാനിച്ച ഒരു വംശീയ വിശുദ്ധി, ഒരു വംശീയ ഹത്യ നടത്തണം എന്ന് തീരുമാനിച്ചവർ ചെയ്യുന്ന ചെയ്തിയാണ്. അതാണ് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അവിടെ നിന്നൊക്കെ അതിൻ്റെ എല്ലാ പരിധിയും വിട്ടു. ആശുപത്രികളെ ആക്രമിച്ചു, പാഠശാലകൾ സ്കൂളുകളെ ആക്രമിച്ചു, അതുപോലെ അഭയാർത്ഥി ക്യാമ്പുകളെ ആക്രമിച്ചു എന്നൊക്കെ കൂടെ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നു കുറേ മാസങ്ങളായിട്ട്. ഇപ്പൊ അവിടെ നിന്നും വിട്ടിട്ട് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ എന്താ കണ്ടിരുന്നത്? ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന ആളുകളുടെ തലയിൽ കൊണ്ടുപോയിട്ട് ബോംബിടുന്നു, അല്ലെങ്കിൽ ഭക്ഷണപാത്രവുമായി നടന്നു പോകുന്ന സ്ത്രീയെയും കുട്ടികളെയും അവരുടെ അകമ്പടി സേവിച്ചവരെയും വെടിവെച്ച് കൊല്ലുന്നു. ഒരു വശത്ത് എല്ലാ ഭാഗത്തു നിന്നും പൂർണ്ണമായിട്ട് ഉപരോധിച്ച് ഭക്ഷണ പദാർത്ഥങ്ങളും മരുന്നുകളും ഒക്കെ തൊട്ടപ്പുറത്തുണ്ട്, പക്ഷെ വിതരണം ചെയ്യാനുള്ള സംവിധാനമില്ലാതെ ലോക വൻശക്തികളുടെ ഒത്താശയോടുകൂടി ആ ജനത അതിനകത്ത് ഒരു കുറഞ്ഞ പ്രദേശത്ത് വലയം ചെയ്യപ്പെട്ട് കിടക്കുകയാണ്.
അങ്ങനെ വലയം ചെയ്യപ്പെട്ട് കിടക്കുന്ന മനുഷ്യർ അവരവരുടേതെന്ന നിലക്ക് ഉൽപ്പാദിപ്പിക്കുന്ന വല്ലതുമുണ്ടെങ്കിൽ അതൊക്കെ തീർന്നു പോകാൻ അധിക കാലം വേണ്ട എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ജലാശയങ്ങൾ നശിപ്പിക്കുന്നു. അപ്പൊ ശുദ്ധജലം, കുടിക്കാൻ ആവശ്യമായ ശുദ്ധജലം ലഭിക്കുന്നില്ല. ഏതെങ്കിലും വഴിയെ ഭക്ഷണം എത്തിയാൽ അത് വിതരണം ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഭക്ഷണം എത്തുന്നത് അവരുടെ ആവശ്യത്തിന് പര്യാപ്തവുമല്ല. ചില ദക്ഷിണാഫ്രിക്കൻ രാജ്യങ്ങൾ പാവങ്ങൾ പട്ടിണി കിടന്നിട്ട് വാരിയെല്ലുകൾ എണ്ണിയെടുക്കാവുന്ന രൂപത്തിലുള്ള കുഞ്ഞുങ്ങളെ ഫോട്ടോ കണ്ടിട്ടില്ലേ നിങ്ങൾ? അത് തൊലി കറുത്ത കുഞ്ഞുങ്ങളായിരുന്നെങ്കിൽ ഇന്ന് അറബ് വംശജരായ തൊലി വെളുത്ത, നമ്മൾ റസൂലുള്ളാന്റെ ഒക്കെ ഇത് പറയുമ്പോൾ പറയാലോ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറന്ന്, അറബിനെ കണ്ടാൽ ഇതും ശരിക്കും മനസ്സിലാവുള്ളൂ എന്താണ് ആ പറയുന്നതെന്ന്. അപ്പോൾ അങ്ങനത്തെ ശരീരത്തിൽ വാരിയെല്ലുകൾ കൃത്യമായിട്ട് എണ്ണിയെടുക്കാവുന്ന രീതിയിൽ 1.5, 2, 3 വയസ്സായ ആൺ പെൺ കുട്ടികൾ, അങ്ങനത്തെ കുട്ടികളെ മലർത്തിപ്പിടിച്ചുകൊണ്ട് ഉമ്മമാര് അവരുടെ വിശപ്പിനെ കുറിച്ചല്ല, ഈ കുട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവസാനമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നതോടുകൂടി തേങ്ങലോടെ ഇരിക്കുന്ന ചിത്രങ്ങൾ അൽ ജസീറയും മറ്റും പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, ഭക്ഷണ വിതരണത്തിനുള്ള സംവിധാനങ്ങളില്ലെന്ന് മാത്രമല്ല, ഇതിനൊക്കെ മറികടക്കാൻ ആ രാജ്യത്തിനുള്ള അടിസ്ഥാന സംവിധാനങ്ങളൊക്കെ ബോംബിട്ട് തകർത്തു. ചികിത്സിക്കാൻ മാർഗമില്ല, ശുദ്ധജലമില്ല. അങ്ങനത്തെ ഒരവസ്ഥയുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഈ പ്രശ്നമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വംശഹത്യ അല്ലെങ്കിൽ വംശഹത്യ എന്ന ഒരു പ്രയോഗത്തിന് തന്നെ നമ്മുടെ ഭാഷ ശാസ്ത്രം അനുസരിച്ച് ഒരു പ്രസക്തിയുമില്ല എന്ന് പറയേണ്ടതായിട്ട് വരും. അത്രയും നിഷ്കൃഷ്ടമായ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേക്കുറിച്ച് അറിയുന്നവർ പറയുന്നത് ഏതാനും ആഴ്ചകൾ കൂടി നിലവിലുള്ള സ്ഥിതി തുടരുകയാണെങ്കിൽ വിവരിക്കാൻ കഴിയാത്ത വലിയ ദുരന്തത്തിലേക്ക് ഗസ എന്ന് പറയുന്ന ആ ഒരു മുനമ്പ് എത്തിപ്പെടും എന്നുള്ളതാണ്. ഇത്തരം ഒരു സന്ദർഭത്തിൽ ആ ജനതയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുക എന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്, അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നരഹത്യക്ക് നേതൃത്വം കൊടുക്കുന്നവർ സാമ്പത്തികമായി തിടം വെക്കുന്നതിന് ഇടവരുത്തുന്ന വരുമാന സാധ്യതകളെ എങ്ങനെ തടയാൻ കഴിയും എന്നതിനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളത്, ഇതൊക്കെ ഗൗരവപ്പെട്ട കാര്യങ്ങളായി മാറിയിരിക്കുകയാണ്. ഞാൻ ഈ അവസാനം പറഞ്ഞത് അതാണ് നമ്മൾ ബഹിഷ്കരണം എന്ന് സാധാരണ പറയാറുള്ളത്. ബ്രിട്ടീഷുകാർ ഇവിടെ അധിനിവേശം നടത്തിയിട്ട് നമ്മളുടെ സ്വാതന്ത്ര്യം അപഹരിച്ച് ഇവിടുത്തെ വിഭവങ്ങളൊക്കെ അവരുടെ നാട്ടിലേക്ക് കട്ടുകടത്തിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ അതിനെതിരെ നമ്മൾ പ്രയോഗിച്ച് വിജയിച്ച ഒരായുധമാണ് ബഹിഷ്കരണം എന്ന് പറയുന്നത്. ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാം. അതാണ് ഈ ഖദർ ഉപയോഗം എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ ഒരു സിമ്പിളാണ്. ഇന്നത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ജീവിതശൈലിയുടെ അടയാളമായി നമ്മൾ തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അത് പിന്നീട് സംഭവിച്ച ഒരു മൂല്യശോഷണം മാത്രമാണ്. സമരത്തിൻ്റെ ആ സമരായുധത്തിൻ്റെ മൂർച്ച അതുകൊണ്ട് കുറയുന്നില്ല എന്ന് നമ്മൾ കാണണം. ഇങ്ങനെയുള്ള വളരെ സങ്കീർണമായ ഒരു ഘട്ടത്തിൽ ആ ജനതയ്ക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, അധികാരം കയ്യിലില്ലാത്ത നമ്മളെപ്പോലെയുള്ള സമൂഹങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി എന്തോ അത് നമ്മുടെ മനസ്സിനെങ്കിലും സമാധാനം കിട്ടുന്ന വിധം ചെയ്തു നിറവേറ്റിക്കൊണ്ടിരിക്കുക എന്നത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. ആ വിഷയത്തിൽ നമ്മുടെ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും ശ്രദ്ധയുണ്ടാവണം. അവരെ സോഷ്യൽ മീഡിയയിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ ഇത് ഒരു ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നമാക്കിയിട്ടോ വേറെന്തെങ്കിലും വർഗീയ ധ്രുവീകരണത്തിൻ്റെ വിഷയമാക്കിയോ മാറ്റുന്നതിൽ ഒരർത്ഥവുമില്ല. ഇത് അതിനൊക്കെ അപ്പുറത്തുള്ള ഒരു മാനുഷിക പ്രശ്നവും മനുഷ്യാവകാശ പ്രശ്നവുമാണ്. ആ വിഷയത്തെ അതിൻ്റെ ആ സ്വഭാവത്തിൽ കണ്ടുകൊണ്ട് അതിനെ ആ ഇഷ്യൂവിനെ എന്താണ് യഥാർത്ഥത്തിൽ ഫലസ്തീൻ പ്രശ്നം എന്ന് അതിനെ നേരാം വണ്ണം ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ, ആ ജനതയ്ക്ക് അനുകൂലമായി അഭിപ്രായ രൂപീകരണം നടത്താൻ വേണ്ടി എന്തൊക്കെ ശ്രമങ്ങൾ എവിടെയൊക്കെ നടക്കുന്നോ അതിനെയൊക്കെ പിന്തുണക്കാൻ, അവരെ ഈ കൊല്ലാക്കൊലക്ക് നേതൃത്വം നൽകുന്ന ശക്തികളെ സാമ്പത്തികമായി ക്ഷയിപ്പിക്കാൻ നമ്മളുടെ ഏത് തീരുമാനം കൊണ്ട് സാധിക്കുമോ അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ സർവോപരി സർവശക്തനായ നാഥനോട് നമ്മൾ ഓരോരുത്തരും ഒറ്റക്ക് നമ്മുടെ കാര്യം പറയുന്ന എല്ലാ ഘട്ടത്തിലും ആത്മാർത്ഥമായിട്ട് മനസ്സുരുകി പ്രാർത്ഥിക്കാൻ സഹോദരന്മാരും സഹോദരികളും സന്നദ്ധമാകണം. റഹ്മാനായ റബ്ബേ, ആ ജനതയെ നീ രക്ഷിക്കണേ അല്ലാഹ്. അവരുടെ ഈ പതിതമായ ഈ അവസ്ഥക്ക് ലോകത്ത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും, മർദ്ദിത ജനവിഭാഗങ്ങൾക്കും ആവേശം നൽകുന്ന രീതിയിലുള്ള ഒരു തിരിച്ചുവരവിൻ്റെ ഒരു നല്ല നാളെ അവർക്ക് നീ സമ്മാനിക്കണേ നാഥ.
അവരിൽ നിന്ന് നിന്റെ മാർഗത്തിൽ പോരാടി ജീവൻ ത്യജിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരീ സഹോദരന്മാരുടെ രക്തസാക്ഷിത്വം നീ സ്വീകരിക്കണേ തമ്പുരാനെ. ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള മുഴുവൻ മനുഷ്യ സമൂഹത്തിൻ്റെയും നന്മേച്ചുക്കളായ മുഴുവൻ ആളുകളുടെയും ശ്രദ്ധ മനസ്സ് അവരിലേക്ക് തിരിയിപ്പിക്കണേ റബ്ബേ. പടച്ചവനെ, അവസാനം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സിദ്ദീഖുകളോടൊപ്പം, അമ്പിയാക്കളോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.